ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ അതേ 3 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റുണ്ട്, ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി. ഒരു 3:15 ആയപ്പോഴേ ഞാൻ അടുക്കളയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ചോറ് അടുപ്പിൽ വെക്കാം, പിന്നെ പൊരിക്കാനുള്ളത് ഒരടുപ്പിലും വെക്കാം. അപ്പോൾ എൻ്റെ പണി അങ്ങ് കഴിയും. എന്നിട്ട് പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊക്കെ റെഡി ആവുകയും ചെയ്യും. ഓക്കെ, ഞാനിപ്പം ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ മസാല തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചായിരുന്നു. അപ്പം ഒരടുപ്പിൽ കുക്കറിൽ അരി വെച്ചിട്ടുണ്ട്. ഒന്നിലും ഐസാണ് കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ തന്നെ എടുത്ത് പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് രണ്ടും ആവട്ടെ. അപ്പം ഞാൻ അതിനുശേഷം പിന്നെ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് എനിക്ക് പൊടിച്ചായ ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി ചായപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയും കൂടെ ആക്കിയിട്ട് നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അതങ്ങ് കുടിച്ച് ഉഷാറായിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ഒറ്റപ്പദം പഠിക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് 4 വീഡിയോസാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു അഡ്ഹോക്കിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, പിന്നെ ഇനി ഒരു വീഡിയോ കൂടെ പെൻഡിങ് ഉണ്ട് കേട്ടോ. അതുപോലെ സൈലത്തിൻ്റെ 3 വീഡിയോസും, അങ്ങനെ 4 വീഡിയോസാണ് ഇന്ന് മലയാളത്തിൽ കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഒറ്റപ്പദം സെറ്റാക്കണം. ഫുൾ വീഡിയോസ് കണ്ട് എല്ലാം എഴുതിയെടുത്തതിന് ശേഷം പഠിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നിർത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം അഡ്ഹോക്കിൻ്റെ ആണ് കാരണം. അപ്പോൾ അഡ്ഹോക്കിൻ്റെത് നമുക്കൊരു 20-25 മിനിറ്റ്സ് വരെയൊക്കെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. സൈലത്തിൻ്റെ 1 hour ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ അഡ്ഹോക്കിൻ്റെ കാണാമെന്ന് കരുതി. അങ്ങനെ അഡ്ഹോക്കിൻ്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. സൈലത്തിൻ്റെ 3 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 മണിക്കൂർ നമുക്ക് വേണം. അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് ചെയ്തും കൂടെ ചെയ്യുമ്പം എന്തായാലും ഒരു 1 hour കൂടെ നമ്മൾ എക്സ്ട്രാ കാണണം. അപ്പോൾ ഒരു 4 hours ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, മറ്റേത് നമുക്ക് 20 minutes ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മളൊരു 1 hour കൊണ്ട് തന്നെ 1 hour വേണ്ട, നമുക്കൊരു 40 minutes കൊണ്ടൊക്കെ തന്നെ നമുക്ക് കവർ ചെയ്തിട്ട് പോകാൻ പറ്റും. അങ്ങനെ ക്ലാസ് തുടങ്ങി കുറച്ച് സമയം ആയപ്പോഴേക്കും നമുക്ക് എല്ലാവരും വിളിക്കാനുള്ളൊരു ടൈമായിട്ടോ. അപ്പോൾ 5 മണി ആയിട്ടുണ്ട്. 5 മണി ആയപ്പോഴാണ് ഞാൻ എല്ലാവരും വിളിക്കുക. 5 മണിയാകുമ്പോഴാണ് ഞാൻ എല്ലാവരും വിളിക്കുക. അപ്പോൾ അതുവരെ നമ്മൾ അഡ്ഹോക്കിൻ്റെത് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ സൈലത്തിൻ്റെത് കുറച്ച് കണ്ടു. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വായിക്കുകയും ചെയ്തു. മീൻസ് വീഡിയോയിൽ തന്നെ ഓൾറെഡി നമ്മളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു സമയം യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അപ്പം ഏറ്റവും ലാസ്റ്റിലോട്ട് പഠിക്കാൻ വെക്കുമ്പോൾ നമുക്ക് ഒരുപാടാവും. അപ്പം നമ്മൾ എഴുതുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-20 എണ്ണം ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ച് പോയാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ അവസാനം ഒരു 10-200 വേർഡ്സ് ഒരുമിച്ച് പഠിക്കാമെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ പഠിച്ച് പോവുകയാണ്. അപ്പോൾ ഒരു 10-20 എണ്ണം രാവിലെ പഠിച്ചാലും പ്രശ്നമില്ല. പിന്നെ നമ്മുടെ അത്താഴമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി സമയങ്ങളിൽ ബാക്കി നമുക്ക് എഴുതിയിട്ട് ബാക്കി പഠിക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്ര ടാസ്ക്കായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സമയമായിട്ടുണ്ട്, എല്ലാവരെയും വിളിക്കണം, ഭക്ഷണം കഴിക്കണം, ഷെഫൊക്കെ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് 4:45 ആകുമ്പോൾ വിളിക്കണം, എന്നാൽ മനസ്സമാധാനത്തിന് ഫുഡ് കഴിച്ചിട്ട് ഒക്കെ കിടക്കാം എന്നൊക്കെ. പക്ഷെ ഞാനെന്താ വിചാരിച്ചാൽ കറക്റ്റ് 5 മണിക്ക് തന്നെ വിളിക്കുള്ളൂ. എനിക്ക് ആ ഒരു 15 മിനിറ്റ് ഇവിടെ കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ 5 മണിക്ക് തന്നെ വിളിക്കുന്നത് കേട്ടോ. എനിക്ക് അത്രയും ടൈം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കൊക്കെ വായിലിട്ട് കൊടുക്കണം, പാത്തുവിനും ആദ്യമിന് വായിലിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈം ഷെഫിനെ സംബന്ധിച്ചിടത്തോളം ഷെഫിക്കാണ് അത് വായിലിട്ട് കൊടുക്കുക. അപ്പം അത്രയും സമയം വേസ്റ്റ് ആവും, അല്ലെങ്കിൽ അത്രയും സമയം ഭയങ്കര മീൻസ് ഒരുപാട് സമയം എടുക്കും ഫുഡ് അവർക്ക് കൊടുത്തിട്ട് ഷെഫ് കഴിക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്നോട് നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. എൻ്റെ സമയം ഇവിടെ മിസ്സാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ.
ബാങ്ക് കൊടുത്തു, നമ്മുടെ പ്രയറൊക്കെ കഴിഞ്ഞു, എല്ലാവരും സൈഡായിട്ടോ, കുട്ടികളും ഷെഫുഖൊക്കെ സൈഡായി. ഈ ഷെഫുഖ ഇനിയിപ്പം ഒരു 6:30 ആകുമ്പോൾ എഴുന്നേൽക്കും, എന്നിട്ട് ഷെഫുഖ പോകും. പിന്നെ വേറെ പണികളൊന്നുമില്ലല്ലോ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഫുഡ് കഴിച്ച് കുളിയും കഴിഞ്ഞിട്ടാണ് കിടക്കണത് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് തുജാം എണീറ്റ് വന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, ഞാൻ പഠിക്കാനിരിക്കുകയാണ്, എക്സാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴേക്കും ഭയങ്കര ഉറക്കം വന്നു തുടങ്ങി. ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ. പിന്നെ ഇപ്പം എല്ലാ ദിവസവും ഈ 3 മണിക്ക് എഴുന്നേറ്റാൽ പിന്നെ ഉറങ്ങാറില്ല. അപ്പം എനിക്കിന്ന് എന്തോ ഭയങ്കര ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം ഞാൻ പിടിച്ച് നിന്നു, മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ വീണ്ടും ഇങ്ങനെ തൂങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ഉഷാറാവല്ലോ എന്ന് കരുതി. പിന്നെ നമുക്ക് സാധാരണ ദിവസങ്ങളാണെങ്കിൽ നമുക്ക് വേഗം പോയി ചായ ഉണ്ടാക്കി കുടിക്കായിരുന്നു. ഇതിപ്പോൾ അതും ഓക്കെ അല്ല, ചായ കുടിക്കാനും വയ്യ. അപ്പോൾ പിന്നെ കുളിയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ വേഗം പോയി കുളിച്ചിട്ട് വരാം, കുളിച്ചിട്ട് കുറച്ച് നേരം കൂടെ അപ്പോൾ പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാനും തുജാനും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അവൾ കണ്ടിന്യൂ ചെയ്ത് പോവുക തന്നെയായിരുന്നു. ഞാനൊന്ന് കുളിച്ച് വന്നു, എന്നിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അപ്പം ഞാനിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുവരെ എഴുതി വെച്ചത് എല്ലാം പഠിച്ചു പോവാണ്. ഇതുവരെ എഴുതി വെച്ച എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. പാരമ്പര്യം ഇഷ്ടപ്പെടുന്നയാൾ യാഥാസ്ഥിതികൾ, പാരമ്പര്യം ഇഷ്ടപ്പെടുന്നയാൾ വീട്ടിൽ ജനിച്ചവൻ ദ്വൈപായനൻ, യദുവിൻ്റെ വംശത്തിൽ ജനിച്ചവൻ യാദവൻ, സ്മരണയെ നിലനിർത്തുന്നവൻ സ്മാരകം, എന്നും നിലനിൽക്കുന്നത് ശാശ്വതം, ഒരിക്കലും നശിക്കാത്തത് അനശ്വരം, അപവാദം പറയുന്നവൻ പാതിവാദൻ, യോജിച്ചു പോകുന്ന അവസ്ഥ സമഞ്ജസം, കുലത്തെ ദാനം ചെയ്യുന്നവൻ കളത്രം, താൽ മുതൽ കളത്രം. ഹൃദയത്തെ സ്പർശിക്കുന്നവൻ ഹൃദയസ്പർക്ക്. അങ്ങനെ ഞാനത് റിപ്പീറ്റ് ചെയ്തു, ഒരു 5-6 തവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. ഒരു 10 വീതെടുത്തു, എന്നിട്ട് ആ 10 നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. പിന്നെ അതിൽ ഒരുപാടൊക്കെ അറിയുന്നതുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അറിയാത്ത സംഭവങ്ങളൊക്കെ ഒന്നുകൂടെ തറാക്കിയിട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളത് 1.5 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അഡ്ഹോക്കിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് സൈലത്തിൽ 3 വീഡിയോസാണ്, അതിൽ 1.5 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അത് പഠിച്ചു. ഇനി ബാക്കിയുള്ളത് 1.5 വീഡിയോ ആണ്. അപ്പോൾ അത് നമ്മളിനി പഠിക്കാൻ പോകണം. ഇനി ബാക്കി നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുകൂടെ പഠിച്ചിട്ട് വേണം നമുക്ക് കുറച്ചൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആറരയായപ്പോൾ ഞാൻ ഷെഫുഖനെ വിളിച്ചു നോക്കി, പക്ഷേ ആൾക്ക് ഒരു ബോധമില്ല കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് എണീറ്റിട്ട് പറഞ്ഞു കുറച്ച് സമയം കൂടെ ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് ലേറ്റായിട്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7-8 മണിയൊക്കെ ആവുന്ന സമയത്താണ് ആൾ പോകാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഞാൻ വേഗം ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം ഇനി ഷെഫുഖ പോകുമ്പോഴേക്കും എനിക്ക് വലിയ വേറെ പണികളൊന്നുമില്ല, ഇത് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷെഫുഖ പോവുകയും ചെയ്യും. ബാക്കി സമയം എനിക്ക് പഠിക്കാനിരിക്കാം എന്നുള്ള പ്ലാനിലൂടെയാണ് ഞാനിത് ആദ്യം ചെയ്ത് വെച്ചത്. എന്നിട്ട് വീണ്ടും നമ്മൾ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടിരുന്നു. ദെൻ ബാക്കി വീഡിയോ കണ്ടു, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പഠിച്ചിട്ടോ. പിന്നെ ആദ്യം തൊട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം തൊട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. കാരണം ഈ വേർഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ടഫായിട്ടുള്ള കുറച്ച് വേർഡ്സിന് എനിക്ക് അറിയാത്ത വേർഡ്സ്. അപ്പോൾ അത് ഞാൻ പിന്നെയും വായിക്കുന്ന സമയത്ത് വായിച്ച ഒരു ഇപ്പുറത്തെത്തുമ്പോഴേക്കും ഏകദേശം ഒരു 200ഓളം വേർഡ്സ് ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പുറത്തെത്തുമ്പോഴേക്കും ആദ്യം പഠിച്ചതൊക്കെ ചിലതൊക്കെ ടഫായിട്ടുള്ള പോർഷൻസൊക്കെ മറന്നു കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ 200 വേർഡ്സും റിപ്പീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് വീണ്ടും വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചങ്ങ് പോയി, ഒന്ന് തറായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞിട്ട് ഉഷാറായിട്ടിരിക്കാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെയും കുറച്ച് നേരം ഞാനൊന്നൊക്കെ പിടിച്ചു നിന്നു. പക്ഷേ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക്
ഉറക്കം നന്നായിട്ട് വന്നു. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. കുറേ ദിവസമായാലിപ്പം ഉറക്കം ശരിയാവാഞ്ഞിട്ടായിരിക്കും. അപ്പം ഞാൻ മാക്സിമം പിടിച്ചിരുന്ന് നോക്കി. ഇനിയും പറ്റൂല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് നേരം ഉറങ്ങാം. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ നമുക്ക് വൃത്തിയായിട്ട് തന്നെ പഠിക്കാമല്ലോ. അത് ചുമ്മാ ഉറക്കം തൂങ്ങിയിരുന്നിട്ട് നമ്മൾ വെറുതെ അങ്ങ് വായിച്ച് പോയിട്ട് കാര്യമില്ല. വെറുതെ നമ്മൾ ഉറക്കവും ശരിയാവില്ല, പഠിത്തവും ശരിയാവാത്ത പോലെയല്ലേ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. എന്തായാലും ബുക്കൊക്കെ അടച്ചു വെക്കാം, കുറച്ച് നേരം ഒന്ന് പോയി ഉറങ്ങിയിട്ട് വരാം, എന്നിട്ട് പഠിക്കാമെന്ന് കരുതിയിട്ടോ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് 11:30 മണിക്കാണ്. 11:30 മണിയായിട്ട് ഞാൻ ഏകദേശം ഉറങ്ങുമ്പോൾ ഒരു 9 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. 9 മണി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉറങ്ങി 11:30ക്കാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മലയാളം ജസ്റ്റ് വായിച്ചതിന് ശേഷം എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു, അക്ഷയയിൽ പോകാനുണ്ടായിരുന്നു. KS-ൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഇവിടെ വീട്ടിൽ കമ്പ്യൂട്ടറും ഇതൊക്കെ വൈഫൈ ഉള്ള കണക്ഷനും എല്ലാ വയേഴ്സും ഒക്കെ ഊരി വെച്ചതാണ്. കുട്ടികൾ എക്സാം ആണെന്നുള്ളതുകൊണ്ട് അതൊന്നും പഠിക്കാതിരിക്കാതെ ഇങ്ങനെ ഏതോ നേരം കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന കാരണം അത് നമുക്ക് ഫുൾ ടൈം അതിൻ്റെ മുന്നിലാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി വെച്ചതാണ്. അപ്പോൾ ഫോണിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അക്ഷയയിൽ പോകാമെന്ന് കരുതി. പിന്നെ അനിയത്തിയുടെ കൂടെ വേറൊരു ചില ആവശ്യങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ അടുക്കളയിലോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഷെഫൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഷെഫുകൾക്കും എൻ്റെ അതേ അവസ്ഥയായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ആളും വേഗം എന്നെ വന്നു. അപ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും പുറത്ത് പോയപ്പോഴേക്കും ഞാനും ഭയങ്കരമായിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു, എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ അടുക്കളയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചു. എന്നിട്ട് ഇന്നിപ്പം നമ്മൾ ഫലാഫിൽ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും വേണം, നോൺ വെജ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പീസ് ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് അത് പൊരിച്ചു. എന്നിട്ട് ബ്രെഡ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ ബ്രെഡിൽ കുറച്ച് തക്കാളിയും ഉള്ളിയൊക്കെ വെച്ച് സോസ് വെച്ച് കുറച്ച് ചീസ് ഉണ്ടായിരുന്നു, ആ ചീസും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ബ്രെഡ് പിസ്സ പോലെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഹമ്മൂസ് ഉണ്ടാക്കി, എന്നിട്ട് അതിന് കുബൂസും ആയിരുന്നു. പിന്നെ കുറച്ച് ചിക്കനും പൊരിച്ചു. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് നോമ്പ് തുറക്കുമ്പോഴേക്കും. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് സ്ട്രോബെറി ജ്യൂസും വെള്ളം കലക്കിയതും പിന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡ് പിസ്സയും ഫലാഫിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ പൊരിച്ചതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുബൂസും അതുപോലെ ഹമ്മൂസും. ഇതായിരുന്നു ഇന്നത്തെ ഒരു സ്പെഷ്യൽ. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിച്ച് നമ്മൾ സൈഡായിട്ടോ. പിന്നെ ഇനി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഇനിയും അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, വീഡിയോസ് ഇടാനും പഠിക്കാനും എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.